വെൽക്കം ടു ഓൺലൈൻ ബോട്ടണി ക്ലാസ്. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബീ കീപ്പിംഗ് ആണ്. ബീ കീപ്പിംഗ് നമുക്കറിയാം, ഹണി ബീസിനെ വളർത്തുന്ന ടെക്നിക്കാണ് ബീ കീപ്പിംഗ്. അതിന് മറ്റൊരു പേര് എപ്പിക്കൾച്ചറാണ്. ഹണിയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹണി ബീസിനെ വളർത്തുന്ന പ്രോസസ്സാണ് ബീ കീപ്പിംഗ്. എപ്പിക്കൾച്ചർ ഈസ് ദ മെയിൻ്റനൻസ് ഓഫ് ഹൈവ്സ് ഓഫ് ഹണി ബീസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹണി. Honey is a food of high nutritive value and also find used in the indigenous system of medicine. നമുക്ക് ഹണി എന്ന് പറയുന്നത് വളരെയധികം ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള ഫുഡ് ഐറ്റമാണ്. അതുമാത്രമല്ല, ഈ ഹണി ഫുഡിന് യൂസ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ നമ്മൾ പല മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഹണി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ടുകാലം മുതൽക്കേ ഹണിയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹണി ബീസിനെ വളർത്തി വരുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. ബീ വാക്സ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കോസ്മെറ്റിക്സ് ആൻഡ് പോളിഷസ് ഓഫ് വേരിയസ് കൈൻഡ്സ്. ഈ ഹണിക്കൊപ്പം തന്നെ നമുക്ക് അതിൽ ബീ കീപ്പിംഗ് വഴി കിട്ടുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ബീസ് വാക്സ് എന്ന് പറയുന്നത്. അതായത് ഹണി എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്ന വാക്സ് എന്ന് പറയുന്നത് കോസ്മെറ്റിക്സിൻ്റെ പ്രൊഡക്ഷനും പോളിഷസിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ബീ കീപ്പിംഗ് നമുക്ക് ഏത് ഏരിയയിൽ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. എന്നാലും കൂടുതലായിട്ട് ബീ പാസ്റ്റേഴ്സ് ഉള്ള ഏരിയയിലാണ് ഇത് അധികമായി പ്രൊമോട്ട് ചെയ്യുന്നത്. ബീ കീപ്പിംഗ് ക്യാൻ ബി പ്രാക്ടീസ്ഡ് ഇൻ എനി ഏരിയ വിത്ത് സഫിഷ്യൻറ്റ് ബീ പാസ്റ്റേഴ്സ്. ബീ പാസ്റ്റേഴ്സ് ഉള്ള സ്ഥലം, അതായത് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ തോട്ടമോ ഫ്രൂട്ട്സ് ഓർക്കാഡ്സോ കൾട്ടിവേറ്റഡ് ക്രോപ്സോ ഒക്കെയുള്ള സ്ഥലങ്ങളെയാണ് ഈ ബീ പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ഹണി ബീസിന് അതിൻ്റെ നെക്ടർ കളക്ട് ചെയ്യാനും അവിടെ ഉണ്ടാകുന്ന ഫ്ലവേഴ്സിൻ്റെ നെക്ടർ കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലം, അതാണ് ബീ പാസ്റ്റേഴ്സ്. അപ്പോൾ ഫ്ലവറിങ് ഒരുപാട് ഉണ്ടാകുമ്പോൾ അവിടുന്ന് നെക്ടർ കളക്ട് ചെയ്യാനും അതുവഴി ഹണിയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട് സാധിക്കുന്നു. അതിനാണ് ഈ ബീ പാസ്റ്റേഴ്സിൻ്റെ പ്രസൻസ് ഇവിടെ പറയുന്നത്. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പീഷീസാണ് എപ്പിസ് ഇൻഡിക്ക എന്ന് പറയുന്നത്. ബീ ഹൈവ്സ് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. കോർട്ട് യാർഡ്സിലും വരാന്ത, ഈവൻ റൂഫിൽ തന്നെ ഇപ്പോൾ പല സ്ഥലത്തുമായിട്ട് ഈ ബീ കീപ്പിംഗ് ചെയ്യുന്നുണ്ട്. ബീ കീപ്പിംഗ് ഒരുപാട് ലേബർ ഇൻറ്റൻസീവ് ഒന്നുമല്ല, ലേബർ വളരെ കുറഞ്ഞിട്ടുള്ള ഒരു കൾച്ചറാണ് അപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. ഹണിയുടെ ആവശ്യകത എത്രത്തോളം കൂടുന്നു, ഹണിയുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്തോറും ഇതിൻ്റെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യേണ്ടി വരുന്നു. അതായത് ഹണിയുടെ ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ അപ്പിക്കൾച്ചർ ചെയ്താലേ ഹണി ലഭ്യമാകുകയുള്ളൂ. ദി ഫോളോയിങ് പോയിന്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ സക്സസ്ഫുൾ ബീ കീപ്പിംഗ്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബീ കീപ്പിംഗ് നടത്തണമെങ്കിൽ കുറച്ച് പോയിന്റ്സ് ശ്രദ്ധിക്കണം. അതായത് എന്ത് കാര്യം ചെയ്താലും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് ബീ കീപ്പിൻ്റെ കാര്യത്തിലും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇനി പറയുന്നത്. നോളജ് ഓഫ് ദി നാച്ചർ ആൻഡ് ഹാബിറ്റ് ഓഫ് ബീസ്, അതായത് നമ്മൾ ഏത് സ്പീഷീസ് ആണോ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ എപ്പിസ് ഇൻഡിക്കയാണ് എക്സാമ്പിൾ പറയുന്നതെങ്കിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ചെയ്യാൻ പോകുന്ന ബീസിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിൻ്റെ നാച്ചറും അതിൻ്റെ ഹാബിറ്റും ഒക്കെ എങ്ങനെയാണ്, അതിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം ബീ ഹൈവ്സ് വയ്ക്കാനായിട്ട്. അതായത് ഈ തേനീച്ച വളർത്തുന്ന അതിൻ്റെ ആ കൂട് വയ്ക്കാനായിട്ട് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ വേണം അത് സെലക്ട് ചെയ്യാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ബീ പാസ്റ്റേഴ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് മോർ സ്യൂട്ടബിൾ ദാൻ അതർ പ്ലേസസ്. സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ കീപ്പിംഗ് ദ ബീ ഹൈവ്സ്. ദെൻ ക്യാച്ചിങ് ആൻഡ് ഹൈവിങ് ഓഫ് സ്വാംസ് എന്ന് പറയുന്നത് ഹണി ബീസിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ സ്വാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വാംസിനെ ക്യാച്ച് ചെയ്യാനും അതിനെ ഈ ഹൈവ്സിനകത്ത് ഹൈവിങ് ചെയ്യാനും ഒക്കെ നമുക്ക് ഒരു നോളജ് ഉണ്ടായിരിക്കണം. ദെൻ മാനേജ്മെൻറ്റ് ഓഫ് ബീ ഹൈവ്സ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് സീസൺ. പല സീസണിലും, അതായത് നമ്മൾ ഒരുപാട് ദിവസത്തേക്കാണ് നമ്മൾ ഈ ബീ കീപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓരോ ദിവസം കഴിയുന്നതോറും സീസൺ മാറി മാറി വരുന്നുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഈ ഡിഫറെൻറ്റ് സീസൺ, ഏത് സീസൺ ആയാലും നമുക്ക് അങ്ങനെ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ദെൻ ഹാൻഡ്ലിങ് ആൻഡ് കളക്ഷൻ ഓഫ് ഹണി ആൻഡ് ബീസ് വാക്സ്. നമുക്ക് കിട്ടേണ്ട പ്രോഡക്റ്റായ ഹണിയുടെയും ബീസ് വാക്സിൻ്റെയും കളക്ഷനും അതിൻ്റെ ഹാൻഡ്ലിങ്ങിനും
നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. അതായത് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഈ 5 പോയിൻറ്റ്സ് ആണ് മെയിനായിട്ടും ബീ കീപ്പിങ്ങിൽ ഓർത്തു വയ്ക്കേണ്ട പോയിൻറ്റ്സ്. ദെൻ ഈ ബീസ് എന്ന് പറയുന്നത് വളരെ നല്ല പോളിനേറ്റേഴ്സ് ആണ്. പോളിനേഷൻ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ബീ വഴി പോളിനേറ്റ് ചെയ്യുന്ന ക്രോപ്സിന് എക്സാമ്പിളായിട്ടാണ് സൺഫ്ലവർ, ബ്രാസിക്ക, ആപ്പിൾ ആൻഡ് പിയർ ഇവിടെ പറയുന്നത്. അപ്പോൾ ബീ എന്ന് പറയുന്നത് വളരെ നല്ല പോളിനേറ്റേഴ്സ് ആണ്. ഈ ബീ ഹൈവ്സിനെ ഇതുപോലുള്ള നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ ക്രോപ്പ് ഫീൽഡ്സിൽ, ഏത് ക്രോപ്പ് ഫീൽഡായാലും സാരില്ല, ഇങ്ങനെ ഹണി ബീ വെച്ചിട്ട് പോളിനേറ്റ് ചെയ്യുന്ന ക്രോപ്സിൻ്റെ ഫീൽഡിൽ നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് ബീ ഹൈവ്സിനെ നമ്മൾ അവിടെയാണ് ബീ കീപ്പിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അവിടുത്തെ ഫ്ലവറിങ് ടൈം ആകുമ്പോൾ, ഫ്ലവറിങ് പീരീഡിൽ അതിൻ്റെ പോളിനേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുവഴി ഈ ക്രോപ്പിൻ്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് സാധിക്കുന്നു. അവിടെ ഹണി ബീസിനെ, ബീ ഹൈവ്സിനെ പ്ലേസ് ചെയ്യുമ്പോൾ ഈ ഹണി ബീസ് അവിടെ പോളിനേഷൻ കൂടുതലായിട്ട് നടത്തുകയും അവിടുത്തെ ക്രോപ്പിൻ്റെ ഈൽഡ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, അതുവഴി അവിടുത്തെ ഇതിന് കൂടുതൽ നെക്ടർ, ഹണി ബീസിന് കൂടുതൽ നെക്ടർ കളക്ട് ചെയ്യാൻ പറ്റുകയും അവിടുത്തെ ഹണിയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ബീ കീപ്പിങ്ങിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ഫിഷറീസ്. Fishery is an industry devoted to the catching, processing or selling of fish, shellfish or aquatic animals. ഫിഷറീസ് നമുക്കറിയാം, ഫിഷസിൻ്റെ ക്യാച്ചിങ്ങും പ്രോസസ്സിങ്ങും സെല്ലിങ്ങും ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൽ ഫിഷസ് മാത്രമല്ല, ഫിഷറീസ് എന്ന് വെച്ചാൽ ഫിഷിനെ മാത്രം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി അല്ല, പകരം മറ്റു പല അക്വാറ്റിക് ആനിമൽസ്, അതായത് ഫ്രഷ് വാട്ടർ ആയാലും മറൈൻ ആയാലും, കടലിൽ വളരുന്നതോ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടറിൽ വളരുന്നതോ എങ്ങനെയുള്ളതായാലും അക്വാറ്റിക് ആനിമൽസിൻ്റെ അല്ലെങ്കിൽ അക്വാറ്റിക് ഓർഗാനിസത്തിൻ്റെ കൾച്ചറും കൂടി ഈ ഫിഷറീസിൽ വരുന്നുണ്ട്. അതിനെ ക്യാച്ച് ചെയ്യുകയും പ്രോസസ്സ് ചെയ്യുകയും പിന്നെ സെല്ല് ചെയ്യുകയും വിൽക്കുന്നതും കൂടെയാണ് ഈ ഫിഷറീസിൽ വരുന്നത്. സോ എ ലാർജ് നമ്പർ ഓഫ് അവർ പോപ്പുലേഷൻ ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഫിഷ് പ്രൊഡക്ട്സ് ആൻഡ് അതർ അക്വാറ്റിക് ആനിമൽസ് സച്ച് as prawn, crab, lobster, edible oyster, etc. for food. നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് ഫിഷ് എന്ന് പറയുന്നത്. ഫിഷ് മാത്രമല്ല, ഫിഷിൻ്റെ പ്രോഡക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് അക്വാറ്റിക് ആനിമൽസായ പ്രോൺസ്, ക്രാബ്സ്, ലോബ്സ്റ്റർ, എഡിബിൾ ഓയിസ്റ്റർ, അങ്ങനെ ഒരുപാട് അക്വാറ്റിക് ആനിമൽസിനെ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. ദെൻ ഇതിന് ഫിഷറീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രഷ് വാട്ടർ ഫിഷസിന് എക്സാമ്പിളാണ് കട്ല, രോഹു, കോമൺ കാർപ്പ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ കട്ല, രോഹു എന്ന് പറയുന്ന സ്പീഷീസ്. ദെൻ മറൈൻ ഫിഷസിന് എക്സാമ്പിളാണ് ഹിസ്ല, സാർഡൈൻസ്, മാക്രേൽ ആൻഡ് പോംഫ്രെറ്റ്സ്. ഇതൊക്കെ കുറച്ച് ഫിഷറീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിളാണ്, അല്ലെങ്കിൽ ഫിഷസിന് എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. ദെൻ ഫിഷറീസ് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ഇന്ത്യൻ എക്കണോമി. നമുക്കറിയാം, കോസ്റ്റൽ ഏരിയാസിൽ ജീവിക്കുന്ന ഒരുപാട് പേര്, നമ്മുടെ കൺട്രിയിൽ ഒരുപാട് കോസ്റ്റൽ റീജിയൻസ് ഉണ്ട്. അപ്പോൾ ഈ കോസ്റ്റൽ റീജിയൻസിലും സ്റ്റേറ്റ്സിലും ഒക്കെ ജീവിക്കുന്ന ആൾക്കാർ ഈ ഫിഷിങ് കൊണ്ടാണ് അവരുടെ ജോലി എന്ന് പറയുന്നത് ഈ ഫിഷിംഗ് ആണ്. അപ്പോൾ ഫിഷർമാൻസും ഇതിൻ്റെ ഫിഷറീസിലെ ഫാമേഴ്സും ഒക്കെ ജീവിക്കുന്നത് ഈ ഫിഷറി അല്ലെങ്കിൽ ഫിഷിംഗ് ഇൻഡസ്ട്രി വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ജീവിക്കാനുള്ള ഒരേ ഒരു സോഴ്സാണ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഫിഷിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ എക്കണോമിയിൽ നല്ലൊരു പ്ലേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫിഷറീസിന് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ ഫിഷറീസിൻ്റെ ഡിമാൻഡ്സ് കൂടുന്തോറും പലതരത്തിലുള്ള ടെക്നിക്സ് ഇതിൽ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫിഷിനെയും മറ്റ് പല അക്വാറ്റിക് ആനിമൽസിനെയും ഫുഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ ഫിഷറീസിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്താൽ മാത്രമേ പെട്ടെന്ന് അത്രയും വലിയൊരു പ്രൊഡക്ഷൻ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ത്രൂ aquaculture and pisciculture, we have been able to increase the production of aquatic plants and animals, both freshwater and marine. അങ്ങനെ അക്വാകൾച്ചറും പല ടെക്നിക്സുകളും അക്വാകൾച്ചറിലും പിസികൾച്ചറിലും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഫിഷിനെയും മറ്റ് അക്വാറ്റിക് ആനിമൽസിനെയും ഇപ്പോൾ കൾച്ചർ ചെയ്യുന്നുണ്ട്. അത് ഫ്രഷ് വാട്ടറിലെയോ മറൈനിലെയോ എങ്ങനെ വേണമെങ്കിലും ആവാം. ഇനി അക്വാകൾച്ചറും പിസികൾച്ചറും എന്താണെന്ന് നോക്കിയാൽ, അക്വാകൾച്ചർ എന്ന് പറയുന്നത്
ഫിഷസിനെയും അതിൻ്റെ കൂടെ തന്നെ മറ്റ് അക്വാട്ടിക് ആനിമൽസിനെ അല്ലെങ്കിൽ മറ്റ് അക്വാട്ടിക് ഓർഗാനിസത്തിനെയും നമ്മൾ കൾച്ചർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ അക്വാ കൾച്ചർ എന്നും, എന്നാൽ ഫിഷസിൻ്റെ കൾച്ചറിങ്ങിനെ ഫിസി കൾച്ചർ എന്നും പറയുന്നു. ഫിഷസിനെ വളർത്തുന്നതിനെ ഫിസി കൾച്ചർ എന്നും, മറ്റ് അക്വാട്ടിക് ഓർഗാനിസത്തിനെയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ കൾച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വളർത്തുന്നുണ്ടെങ്കിൽ അതിനെ അക്വാ കൾച്ചർ എന്നും പറയുന്നു. ഇത് രണ്ടും ഫിഷറീസിൽ വരുന്ന ഫിഷറീസിൻ്റെ തന്നെ 2 ബ്രാഞ്ചസ് ആണ്. അതിനകത്ത് ഉപയോഗിക്കുന്ന 2 ടെക്നിക്സ് തന്നെയാണ് അക്വാ കൾച്ചർ ആൻഡ് പിസി കൾച്ചർ. ഇനി ഈ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വേർഡാണ് ബ്ലൂ റെവല്യൂഷൻ. ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫിഷറീസിലെ പ്രൊഡക്ഷനും ഈൽഡും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു റെവല്യൂഷനാണ് ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത്. Blue Revolution refers to the time of intense growth in the worldwide aquaculture industry from the mid-1960s to present. Aquaculture ഇൻഡസ്ട്രിയിൽ, അതായത് ഫിഷറീസിൻ്റെ ഇൻഡസ്ട്രിയിൽ ഇതിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു റെവല്യൂഷനാണ് ബ്ലൂ റെവല്യൂഷൻ. പല ടെക്നിക്സുകളും യൂസ് ചെയ്ത് അക്വാകൾച്ചർ, ഫിസിക്കൾച്ചർ പോലുള്ള പല ടെക്നിക്സുകളും, അതിനകത്തും മറ്റ് ടെക്നിക്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഈൽഡ് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട്, കുറഞ്ഞ ടൈമിൽ ഈൽഡ് ഇൻക്രീസ് ചെയ്യാനും ഈ ഫിഷസിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് ഈ ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫിഷറീസിൽ നോക്കാനുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് പ്ലാന്റ് ബ്രീഡിംഗ്. പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പർപ്പസ്ഫുൾ മാനിപ്പുലേഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഇൻ ഓർഡർ ടു ക്രിയേറ്റ് ഡിസൈഡ് പ്ലാന്റ് ടൈപ്സ് ദാറ്റ് ആർ ബെറ്റർ സ്യൂട്ടഡ് ഫോർ കൾട്ടിവേഷൻ, ഗിവ് ബെറ്റർ ഈൽഡ്സ് ആൻഡ് ആർ ഡിസീസ് റെസിസ്റ്റൻറ്റ്. പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴുള്ള പ്ലാന്റ്സ്, നമുക്ക് എക്സാമ്പിളായിട്ട് അറിയാം. ഇപ്പോൾ ഒരു ഫാമർ ഫാമിങ് ചെയ്യുകയാണ്. അപ്പോൾ അവിടുത്തെ ഈൽഡ് എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫാമിങ്ങിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് ഒരു മിതമായ നിരക്കിലായിരിക്കും. അതായത് ഓരോ വർഷവും വളരെ വ്യത്യസ്ത തരത്തിലായിരിക്കും. ചിലപ്പോൾ ഒരു വർഷം നല്ല ഈൽഡ് കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നല്ല ഈൽഡ് ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പോൾ പലതരത്തിൽ മാറി മാറി വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇതിൽ പല ഡിസീസിനും പല പെസ്റ്റിനും ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഈ ക്രോപ്പിന് പറ്റിയെന്ന് വരില്ല. ഇതിനെ ഒന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ക്രോപ്പ് ഈൽഡ് ഡിക്രീസ് ചെയ്യുകയും ഈ ക്രോപ്സ് എല്ലാം നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്കൊരു ടെക്നിക്കാണ് ഇപ്പോൾ പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. പ്ലാന്റിന് പലതരത്തിലുള്ള, അതായത് പാരൻറ്റ് പ്ലാന്റിനേക്കാളും അത് മുൻപുണ്ടായിരുന്ന പ്ലാന്റിനേക്കാളും പുതിയ പല ഡിസൈഡ് ക്വാളിറ്റീസുമുള്ള പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ കൾട്ടിവേഷനും ഈൽഡും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ, ഡിസീസ് റെസിസ്റ്റൻറ്റ് ഈൽഡ്സ്, കൾട്ടിവേഷൻ അതെല്ലാം ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലാന്റ് ബ്രീഡിംഗ്. Plant breeding is the purposeful manipulation of plant species in order to create desired plant species that are better suited for cultivation, give better yields and are disease resistant. നമ്മൾ പേർപ്പസ്ഫുള്ളായിട്ട് ചെയ്യുന്ന മാനിപ്പുലേഷനാണ് പ്ലാന്റ് സ്പീഷീസിൽ. അത് എന്തിനാ? നമുക്ക് കൾട്ടിവേഷനും ബെറ്റർ ഈൽഡ്സിനും ഡിസീസ് റെസിസ്റ്റൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പേർപ്പസ്ഫുള്ളായിട്ട് ഒരു പ്ലാന്റ് സ്പീഷീസിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്നു. ദെൻ ഈ പ്ലാന്റ് ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു റെവല്യൂഷനാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ദി ഗ്രീൻ റെവല്യൂഷൻ ഈസ് ദ സെറ്റ് ഓഫ് റിസർച്ച് ടെക്നോളജി ട്രാൻസ്ഫർ ഇനിഷ്യേറ്റീവ്സ് occurring between 1915s and the late 1960s that increased agricultural production worldwide, beginning most markedly in the late 1960s. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഈ അഗ്രികൾച്ചർ ഫീൽഡിലുണ്ടായ, നേരത്തെ ബ്ലൂ റെവല്യൂഷൻ പറഞ്ഞതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഫീൽഡിലുണ്ടായ ഒരു മാറ്റമാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്തോറും ഫുഡ് പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യേണ്ട, ഫുഡിൻ്റെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നമുക്ക്
ഫുഡിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സിറ്റുവേഷനിൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പ്ലാന്റ്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് മുൻപ് പറഞ്ഞതുപോലെ പ്ലാന്റ് ബ്രീഡിങ്ങിൽ, അതായത് പല ടെക്നിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സ് ഇംപ്രൂവ് ചെയ്ത് അങ്ങനെ ഈൽഡിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും അതിനെ ഡിസീസ് റെസിസ്റ്റൻ്റ് ആക്കാനും കുറഞ്ഞ സമയത്തിൽ ഒരുപാട് ഡിമാൻഡ് അനുസരിച്ച് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാനും, അതായത് അഗ്രികൾച്ചറൽ ക്രോപ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് വന്ന ഒന്നാണ് ഈ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. Green Revolution was dependent on a large extent on plant breeding techniques for development of high yielding and disease resistant varieties in wheat, rice, maize, etc. നമുക്കിപ്പോൾ നമ്മുടെ കൺട്രി എടുത്താൽ തന്നെ അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കുറച്ച് ഗ്രെയിൻസ് എന്ന് പറയുന്നത് വീറ്റ്, റൈസ് ആൻഡ് മെയ്സ് ആണ്. ഇതാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്ലാന്റ് ബ്രീഡിംഗ് ടെക്നിക്സിനെയാണ്. കൂടുതലായിട്ടും ഹൈ ഈൽഡും ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസുമായ ബീറ്റിനെയും റൈസിനെയും മെയ്സിനെയും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ, അതിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രീൻ റെവല്യൂഷൻ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പ്ലാന്റ് ബ്രീഡിംഗ് വഴി പുതിയ നല്ല വെറൈറ്റീസ്, ഹൈ ഈൽഡും ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസുമായ വീറ്റും റൈസും മെയ്സും ഒക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. ഇനി പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, classical plant breeding involves crossing or hybridization of pure lines followed by artificial selection to produce plants with desirable traits of higher yield, nutrition and resistant to diseases. ഇനി നമുക്ക് ക്ലാസിക്കൽ പ്ലാന്റ് ബ്രീഡിംഗ് പറയാം. ഇപ്പോൾ പ്ലാന്റ് ബ്രീഡിംഗ് നമ്മൾ നടത്തുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നല്ല വെറൈറ്റീസിനെ നോക്കിയിട്ട്, നല്ല പാരൻസിനെ നോക്കിയിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യുന്നു. ആ ഒരു നല്ല മെയിൽ പാരൻറ്റിനെ ഫീമെയിൽ പാരൻറ്റിനെ സെലക്ട് ചെയ്ത് അവരെ തമ്മിൽ ക്രോസ് ചെയ്ത് പുതിയ ജനറേഷനെ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ പുതിയ ജനറേഷനിൽ നിന്ന് നല്ല ക്രോപ്സിനെ നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനാണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നാച്ചുറൽ സെലക്ഷനും ഉണ്ട്. നമുക്കിപ്പോൾ സാധാരണയായി കൺവെൻഷനലായിട്ട് നടക്കുന്ന ഒരു ഫാമിങ്ങിലാണെങ്കിൽ നമ്മുടെ നാച്ചർ തന്നെ അതിനെ സെലക്ട് ചെയ്യുന്നു. അതായത് അടുത്ത തലമുറയിൽ ഏത് പ്ലാന്റ് വരണം, അല്ലെങ്കിൽ ഏത് പ്ലാന്റിൻ്റെ കൂടെ ക്രോസ് ചെയ്താലാണ് അവിടെ നല്ല അടുത്ത ജനറേഷൻസ് നല്ല ഈൽഡോടെ വരുന്നതെന്നൊക്കെ നാച്ചറാണ് സെലക്ട് ചെയ്യുന്നത്. അവർ തന്നെയാണ് നാച്ചർ സെലക്ട് ചെയ്യുന്നു, നാച്ചർ തന്നെ അടുത്ത ജനറേഷനെയും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്ത് ഉണ്ടാക്കിയ ജനറേഷൻസിൽ നിന്ന് നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ എന്ന് പറയുന്നത്. To produce plants with the desirable traits of higher yield, nutrition and resistant to diseases. നമുക്ക് വേണ്ട ഹയർ ഈൽഡും ന്യൂട്രീഷനും ഡിസീസ് റെസിസ്റ്റൻറ്റും ആയിട്ടുള്ള ക്രോപ്സിനെ നമ്മൾ തന്നെ അക്കൂട്ടത്തിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കുന്നു. ഇതൊക്കെയാണ് ക്ലാസിക്കൽ പ്ലാന്റ് ബ്രീഡിങ്ങിൽ നടക്കുന്ന പ്രോസസ്സുകൾ. എന്നാൽ ജെനറ്റിക്സും മോളിക്കുലർ ബയോളജിയിലും ഒക്കെ അഡ്വാൻസ്മെൻറ്റ്സ് വന്നതിന് ശേഷം ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ബ്രീഡിംഗ് ഇസ് നൗ ഇൻക്രീസ്ലി ബീയിങ് ക്യാരിഡ് ഔട്ട് ബൈ യൂസിങ് മോളിക്കുലർ ജെനറ്റിക് ടൂൾസ്. ജെനറ്റിക്സ് മോളിക്കുലർ ബയോളജിയിലൊക്കെ വന്ന മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ ടിഷ്യൂ കൾച്ചറും പ്ലാന്റ് ബ്രീഡിങ്ങും ഒക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് മോളിക്കുലർ ജെനറ്റിക് ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടിഷ്യൂ കൾച്ചറും പ്ലാന്റ് ബ്രീഡിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഇതുവഴി കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്രോപ്സിനെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. Characters that the breeders have tried to incorporate into plants are ഇനി എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ ബ്രീഡേഴ്സ് ഈ പ്ലാന്റ്സിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കുറച്ച് ക്യാരക്ടേഴ്സ്. അതായത് പ്ലാന്റ് ബ്രീഡിങ് ചെയ്തുണ്ടാക്കുന്ന പുതിയ ഡിസൈഡ് ആയിട്ടുള്ള വെറൈറ്റീസിന് എന്തൊക്കെ ക്യാരക്ടർ ഉണ്ടാവാം എന്നുള്ളതിന് എക്സാമ്പിൾസിന് കുറച്ച് ക്യാരക്ടേഴ്സാണ് ഇവിടെ പറയുന്നത്. ഇൻക്രീസ് ക്രോപ്പ് ഈൽഡ് ആൻഡ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി. ക്രോപ്പ് ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് ഓരോ കൾട്ടിവേഷൻ കഴിയുമ്പോഴും ഓരോ ഫാമിംഗ് കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന ക്രോപ്പിൻ്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യാനും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും. ഇപ്പോൾ റൈസ് എടുത്താൽ തന്നെ നമുക്ക് കിട്ടുന്നതിൻ്റെ അളവ്, അതായത് ഈൽഡ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും അതിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇൻക്രീസ്ഡ് ടോളറൻസ് ടു എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ് ലൈക്ക് സലൈനിറ്റി, എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ്, ഡ്രോട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പലതരത്തിലുള്ള എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ് നമ്മുടെ പ്ലാന്റ്സ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്.
അതായത് സലൈനിറ്റി, എക്സ്ട്രീം ടെമ്പറേച്ചേഴ്സ്, ഡ്രൗട്ട്സ്, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. സലൈനിറ്റി എന്ന് പറയുന്നത് അത് നിൽക്കുന്ന ഹാബിറ്റാറ്റിൽ, അതായത് ഇപ്പോൾ സോയിലിലെ സലൈനിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഒരു സ്ട്രെസ്സാണ് സലൈനിറ്റി എന്ന് പറയുന്നത്. അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്ലാന്റ്സിന് അനുഭവിക്കുന്ന സ്ട്രെസ്സാണ് സലൈനിറ്റി. അതിൻ്റെ സോൾട്ട് കണ്ടൻറ്റ് കൂടുന്നു. ദെൻ എക്സ്ട്രീം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്. ദെൻ ഡ്രോട്ട്, വരൾച്ചയിലുണ്ടാകുന്ന സ്ട്രെസ്. ഇങ്ങനെ കുറച്ച് സ്ട്രെസ്സസിനെ ടോളറേറ്റ് ചെയ്യാനുള്ള, എങ്ങനെയുള്ള സ്ട്രെസ്സസ് കുറച്ചൊക്കെ വന്നാലും ടോളറേറ്റ് ചെയ്ത് അതിന് നന്നായി തന്നെ നിൽക്കാനുള്ള ഒരു അബിലിറ്റി ഉണ്ടാക്കുന്ന തരത്തിലാണ് അടുത്ത ക്യാരക്ടർ. ദെൻ റെസിസ്റ്റൻറ്റ് ടു പാത്തജൻസ് ലൈക്ക് വൈറസസ്, ഫംജി ആൻഡ് ബാക്ടീരിയ. വൈറസ്, ഫംജി, ബാക്ടീരിയ പോലുള്ള പാത്തജൻസിന് റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. ദെൻ ഇൻക്രീസ് ടോളറൻസ് ടു ഇൻസെക്ട് പെസ്റ്റ്. ഇൻസെക്ട്സിനും പെസ്റ്റിനും ഒക്കെ പകരമായിട്ട് അതിന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളവയായിരിക്കണം നമ്മൾ ഈ പ്ലാന്റ് ബ്രീഡിങ് വഴി ഉണ്ടാക്കുന്ന പ്ലാന്റ്സ്. ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സാണ് നമ്മൾ ഈ പ്ലാന്റ്സിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ദെൻ പ്ലാന്റ് ബ്രീഡിങ്ങിനകത്ത് വരുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.